വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് വേർതിരിവുകളില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ റോളും കൃത്യമായി പാലിച്ചുകൊണ്ട് വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾ ഒരു കൂസലുമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുവാനും തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും അത് തന്റെ സഹപ്രവർത്തകരാണെങ്കിൽ പോലും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നേതൃത്വ നിരയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രതിപക്ഷ നേതാവ്. ഞാൻ ചിന്തിക്കുകയാണ്, അദ്ദേഹത്തെ ആദ്യമായി കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി കാണുമ്പോൾ ഞാൻ ഈ നോട്ടീസ് നൽകുന്നതിന് വേണ്ടി ഒരു സമയം ചോദിച്ചപ്പോൾ അന്ന് അതിനുശേഷം മീഡിയകളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടിയും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കേൾക്കാനിട വന്നിട്ടുള്ളതാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സംഘടനാ തലത്തിൽ നിന്നുകൊണ്ട് പല അഭിപ്രായങ്ങളും കടന്നു വരും. ആ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ സംഘടനയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം SNDP യോഗമായിട്ടോ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടോ വ്യക്തിപരമായി യാതൊരു അഭിപ്രായ ഭിന്നതകളും എനിക്ക് ഇല്ല എന്നാണ് അദ്ദേഹം മീഡിയകളിൽ ചോദിച്ചപ്പോൾ നൽകിയിട്ടുള്ള ഒരു മറുപടി. അത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടകന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്.